ഇപ്പം മലയാള കവിതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിലർ പറയും എഴുത്തച്ഛൻ മുതൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയും, അല്ലെങ്കിൽ ചങ്ങമ്പുഴ മുതൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെ. ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ശേഷം ഒരു കവിക്ക് വിലാസം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? ഓരോ കവിക്കും ഓരോ വിലാസമുണ്ട്. എനിക്ക് ശേഷമുള്ള കവികൾക്ക് വിലാസം ഇല്ല എന്നുള്ളത് ഒരു അഭിപ്രായം മാത്രമാണത്. ഇപ്പൊ കവിത മാത്രം പിന്തുടരുന്ന ആളുകളുടെ ഇടയിൽ ഒരുപാട് കവികൾ നമുക്കുണ്ട്. പക്ഷെ പൊതുസമൂഹം വിലമതിക്കുന്ന കവി എന്നുള്ള നിലയിലേക്ക് മറ്റാരും ഉയർന്നു വരാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ മാത്രമുള്ള സാഹിത്യ നിരീക്ഷണം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. കാരണം എത്ര ആയിരക്കണക്കിന് കവിതകളാണ് ഓരോ ആഴ്ചയിലും അടിച്ചു വരുന്നത്. ഇതൊന്നും ഞാൻ വായിച്ചു നോക്കാറില്ല. ഇതിന്റെ ഒന്നും മൂല്യം അളക്കാൻ എനിക്ക് കഴിയാറില്ല. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കുമോ ഇതിന്റെ കാരണം? അതായത് ഒരുപാട് കവിതകൾ ഓരോ ദിവസവും ഉണ്ടാവുന്നു, ഇഷ്ടം പോലെ പ്രസിദ്ധീകരണങ്ങളുണ്ട്, എല്ലാവർക്കും കവിത എഴുതാനുള്ള അവസരമുണ്ട്. അതിൽ നിന്ന് നല്ലതേതെന്ന് തിരിച്ചറിഞ്ഞ് വരാനുള്ള ഒരു പ്രയാസമായിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. നല്ല കവിത വന്നാൽ ആളുകൾ വായിക്കും. ഇപ്പം ഞാൻ പറയാം, ഞാൻ കവിത എഴുതി തുടങ്ങിയ കാലത്ത് ശങ്കരക്കുറുപ്പ്, എടശ്ശേരി, വൈലോപ്പിള്ളി, ബാലാമണിയമ്മ, കുഞ്ഞിരാമൻ നായർ, ഇവരൊക്കെ അവരുടെ വലിയ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൂടാതെ എൻ വി കൃഷ്ണവാര്യർ, ഒളപ്പമണ്ണ, അക്കിത്തം, അങ്ങനെയുള്ള കവികൾ, ഒ എൻ വി കുറുപ്പ്, സുഗതകുമാരി, വിഷ്ണുനാരായണൻ നമ്പൂതിരി തുടങ്ങിയ കവികൾ, കടമ്പനിട്ട സച്ചിദാനന്ദൻ, ശങ്കരപ്പിള്ള, എം ഗോവിന്ദൻ, അയ്യപ്പ പണിക്കർ തുടങ്ങിയ എൻ എൻ കക്കാട്, ഇവരൊക്കെ ശക്തമായി എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ എൻ്റെ ചെറിയ കവിതയുമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിനേക്കാളും എത്രയോ ബുദ്ധിമുട്ടാണ് ഒന്ന് ശബ്ദം കേൾപ്പിക്കാൻ. പ്രസിദ്ധീകരിക്കാൻ തന്നെ ആരുമില്ല. പക്ഷേ എങ്കിലും ഞാൻ ആരോടും പരാതി പറഞ്ഞില്ല. മറ്റുള്ളവർ കാരണം എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ കവികളൊക്കെ അത്ര ശക്തമായി എഴുതാത്ത കാലത്ത് വളരെ വലിയ ഒരു പേര് കവിതാ രംഗത്ത് നിന്ന് ഉണ്ടായി വരാത്തത് ഒരുപക്ഷെ കവിത വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടാവുമോ? പൊതുവെ സാഹിത്യം ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിലില്ല. സാഹിത്യകാരന്മാരെ പറ്റി തന്നെ ഭരണാധികാരികൾക്കുള്ള മതിപ്പെന്താണ്? ജോണി തന്നെ ആലോചിച്ച് നോക്കൂ. ഒരു അക്കാഡമിയിൽ വിളിച്ചൊരു അംഗത്വം കൊടുത്താൽ ഓടി വരാനുള്ള ആളുകളെ ഉള്ളൂ എന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡോ കേരള സാഹിത്യ അക്കാദമിയോ അവാർഡോ കൊടുത്താൽ പണ്ട് രാജാക്കന്മാരുടെയോ നാടുവാഴികളുടെയോ മുമ്പിൽ വന്ന് കുനിഞ്ഞു നിന്നിട്ട് മുണ്ടും മേടിച്ചുകൊണ്ട് പോയ പോലെ മുണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ, ഈ അവാർഡും മേടിച്ചുകൊണ്ട് പോകാൻ റെഡിയായി നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ എന്നാണ് രാഷ്ട്രീയക്കാരുടെയും ധാരണ. പിന്നെ അവരങ്ങനെ വിലവയ്ക്കും. പക്ഷേ സാംസ്കാരിക നായകന്മാർ മരിക്കുമ്പോൾ ഇപ്പോൾ മിക്കവാറും ആചാരവെടി കൂടെ ഉണ്ട് എന്നുള്ളത് തമാശയായിട്ട് ആളുകൾ പറഞ്ഞു തുടങ്ങി. അത് അവർക്ക് ഒരുപക്ഷെ സർക്കാർ കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് അതിനെ കാണുന്നുണ്ടോ താങ്കൾ? സത്യത്തിൽ ഒരു ജനകീയ സർക്കാരിന്റെ ഒരു ചേഷ്ട എന്ന നിലയിൽ ജനങ്ങളുടെ അംഗീകാരമായി കാണേണ്ടതാണത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഒന്നാമത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം മാധവിക്കുട്ടി, കമലാ സുരയ്യ മരിക്കുന്നു, എന്തൊരു സങ്കടമായിരുന്നു. ഞാൻ വളരെ വിഷമിച്ചു. കാലത്തെ TV ഓൺ ചെയ്താൽ മൂക്കിൽ പഞ്ഞു വെച്ച ചേച്ചിയുടെ മുഖമാണ്, മരിച്ച മുഖമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം മുഴുവൻ. എന്തൊരു ദുഃഖകരമായൊരവസ്ഥയായിരുന്നു. അത് മാത്രമല്ല, മാധ്യമങ്ങളിൽ നിന്നൊക്കെ വിളിയും, എന്ത് പറയുന്നു. എന്ത് പറയാനാണ്? നമുക്കത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും ഞാൻ മരിക്കുമ്പോൾ ആ പരിപാടിയെ വേണ്ടെന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. ഒരാളെ അങ്ങോട്ട് കയറ്റുകയും വേണ്ട, റീത്തും കൊണ്ടും ആരും വരണ്ട, മാധ്യമങ്ങളും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. സാഹിത്യ അക്കാദമിയിൽ എൻ്റെ പടവും തൂക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുദർശനത്തിന് വെക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കവി എന്ന നിലയിൽ താങ്കളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ താങ്കളോടുള്ള ബഹുമാനം അതൊക്കെ താങ്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയം അല്ല എന്നിരിക്കെ താങ്കൾ മരിച്ചു കഴിയുമ്പോൾ അവിടെ ആരൊക്കെ വരണമെന്ന് താങ്കൾ തന്നെ നിഷ്കർഷിക്കുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷെ ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളല്ല ജോണി. എനിക്ക് അതിൽ ഒരഭിപ്രായം പറയണം എന്ന് ആഗ്രഹം തോന്നുന്നത് മറ്റു എഴുത്തുകാർ മരിക്കുമ്പോഴുള്ള ഈ ഗോഷ്ഠികൾ കണ്ട് മടുത്തിട്ടാണ്. ശരിക്കും ഞാനിങ്ങനെ വിഭാവനം ചെയ്യും. ഞാൻ ചത്തു കഴിയുമ്പോൾ അവഗണിച്ചാൽ സന്തോഷം, അതല്ല പരിഗണിക്കാൻ. ഇപ്പോൾ ഈ MA ബേബി എനിക്ക് പരിചയമുള്ള സുഹൃത്താണ് പണ്ടേ. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ അദ്ദേഹം ആ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഞാൻ തട്ടിപ്പോകുന്നതെങ്കിൽ മിക്കവാറും അദ്ദേഹം അത് സ്വല്പം ഞാൻ അർഹിക്കുന്നതിലധികം പരിഗണന എനിക്ക് തരാൻ സാധ്യതയുണ്ട്. ആ പരിഗണന ഞാൻ ഭയപ്പെടുന്നുണ്ട് ശരിക്കും. ഇതൊക്കെ തമാശയായിട്ട് ആലോചിക്കാൻ രസമുണ്ടെന്നല്ലാതെ അതിനപ്പുറത്ത് വളരെ ഗൗരവമായ ഒരു മരണചിന്ത താങ്കൾക്ക് ഉണ്ടാവേണ്ട യാതൊരു കാര്യവും ഇപ്പോഴില്ലല്ലോ. അങ്ങനെയല്ല.
ഇപ്പം ഞാൻ മാത്രമല്ല 50 വയസ്സ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഞാൻ 50 വയസ്സ് വരെ ജീവിക്കുമെന്നും വിചാരിച്ച ഒരാളല്ല. അപ്പം അതുകൊണ്ട് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ അല്ല, നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ 50 വയസ്സ് ഒരു പ്രായമാണ് എന്നൊരു ചിന്ത സാധാരണ കാണാത്തൊരു ചിന്തയാണ് ഇന്നത്തെ കാലത്ത്? അത് താങ്കൾക്ക് എന്തുകൊണ്ടാണ് അതുണ്ടായത്? ഇപ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിലുമൊക്കെ താങ്കൾ വളരെ പിന്തിരിപ്പൻ ഒരു ആശയം എന്നുള്ള നിലയിൽ 50 വയസ്സുകാർക്ക് പ്രണയം പാടില്ല, അല്ലെങ്കിൽ റോസ്മേരിക്ക് പ്രായമായതുകൊണ്ട് അവാർഡ് വാങ്ങാൻ പാടില്ല എന്നൊക്കെ ചിന്ത, അതിനൊക്കെ ഒരു പ്രായപരിധി ഉള്ളതാണോ? പ്രായപരിധി വെച്ച അവാർഡ് മേടിച്ചതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാണ്ട് വിരോധം കൊണ്ട് പറഞ്ഞതല്ല. പ്രായപരിധി വെച്ച അവാർഡ് 35 വയസ്സിന് താഴെയുള്ളവർക്കുള്ള അവാർഡ്, ആ 35 വയസ്സ് എന്ന് പ്രഖ്യാപിച്ചൊരു അവാർഡ്, സത്യത്തിൽ അത് വേറെ ചില സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞതാണ്. അത് പറഞ്ഞത് പൊക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ പ്രണയം പോലത്തെ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രായം ബാധകമാവുക? സത്യത്തിൽ പ്രായം ബാധകമൊന്നുമല്ല, അത് മാനസികമായ ഒരു അവസ്ഥയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു കാര്യം. അങ്ങനെ പ്രായം ബാധകമാണെന്ന് ഞാൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എന്തായാലും എനിക്കിനി പ്രണയിക്കാൻ കഴിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പ്രണയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്, പ്രണയിക്കാൻ കഴിയില്ലെന്നല്ല, ഞാൻ കുട്ടിക്കാലത്ത് പ്രണയിക്കുകയും അത് വളരെ ഏകപക്ഷീയമാകുകയും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതം മുഴുവൻ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ ഞാനങ്ങനെ മറ്റ് കവികളെപ്പോലെ സ്ത്രീകളുമായി അത്ര വലിയ പ്രണയ അനുഭവങ്ങളൊന്നുമുള്ള ഒരാളല്ല. അങ്ങനെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, അസൂയപ്പെടാറുമുണ്ട്. മറ്റ് പല കവികളും അവരെ അവരുടെ പുറകെ ഇങ്ങനെ ആരാധിച്ച് നടക്കുന്നതിനെക്കുറിച്ചും അവർക്ക് ഉള്ള അനേകം പ്രണയബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ സങ്കടപ്പെടാറുണ്ട്. ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് അവർ തിരിച്ച് പ്രേമിക്കാതെ തിരസ്കരിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഒറ്റപ്പെട്ട അനുഭവമല്ലേ? അത് താങ്കൾ അത് മുഴുവൻ പെൺകുലത്തിനും അത് ബാധകമാക്കുന്നത് എന്തുകൊണ്ടാണ്? മുഴുവൻ പെൺകുലത്തിനുമല്ല, എൻ്റെ അനുഭവമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മറ്റ് കവികളെപ്പോലെ സ്ത്രീകളെ ആകർഷിക്കാനുള്ള കഴിവ് എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു തലമുറയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കവിയായിട്ടും അത് താങ്കളുടെ ഒരു തോന്നലല്ലേ? അത് തോന്നലല്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഞാൻ പറഞ്ഞു മറ്റ് കവികളെക്കുറിച്ച്, മറ്റ് കവികൾ അവരുടെ പുറകെ നടക്കുന്ന സ്ത്രീകളെക്കുറിച്ചും അവരെ പ്രണയിച്ച സ്ത്രീകളെക്കുറിച്ചും ഒക്കെ വിസ്തരിച്ച് എഴുതുന്നത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ട്. കാരണം ഞാനും കവിയായിട്ട് നടന്ന് ഇത്രയും കാലം ആരും എന്നെ പ്രേമിക്കാൻ വന്നിട്ടുമില്ല, എന്നെ പരിഗണിച്ചുമില്ല എന്നുള്ള സങ്കടം. ഞാൻ പ്രേമിച്ച പെൺകുട്ടി എന്നെ പരിഗണിച്ചില്ല എന്നുള്ള വിഷമം, അതൊക്കെ എനിക്കുണ്ട്. വിജയലക്ഷ്മിയെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഭാഗ്യവാനാണ് താനെന്നും തോന്നിയിട്ടില്ലേ? അത് ശരിയാണ്, വിജയലക്ഷ്മി എൻ്റെ നല്ല സുഹൃത്താണ്, അവർ കാരണമാണ് ജീവിച്ചു പോകുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം വേറെ ആരും ഒന്നും എൻ്റെ കൂടെ ജീവിക്കാൻ അങ്ങനെ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടശ്ശേരിയുടെ ഭാര്യ കവിത എഴുതുമായിരുന്നു, അതുപോലെ പി കുഞ്ഞിരാമൻ നായരുടെ ഭാര്യ കവിത എഴുതുമായിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം അവർ രണ്ടുപേരും, ഈ വലിയ കവികളെ വിവാഹം കഴിച്ചോടുകൂടി രണ്ടുപേരും കവിത എഴുത്ത് നിർത്തി. ഒരുപക്ഷെ വിജയലക്ഷ്മിക്ക് താങ്കൾ ചെയ്ത ഏറ്റവും വലിയ ഔദാര്യം അവരുടെ കവിത എഴുത്ത് നിർത്തിയില്ല എന്നതാണോ? അത് ഞാൻ ചെയ്ത ഔദാര്യമല്ല. കവിത എഴുത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അന്ന് അവരെന്നെ ഉപേക്ഷിക്കും. അല്ലാണ്ട് എൻ്റെ ഔദാര്യം കൊണ്ടൊന്നുമല്ല, അത് ഞാൻ അനുവദിച്ചിട്ടൊന്നുമല്ല. അവർക്ക് കവിത എഴുതാൻ എൻ്റെ അനുവാദം എന്തിനാ? അവരവരുടെ പാട്ടിന് പോകും. കാരണം എന്നെ സാമ്പത്തികമായി പോലും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഞാൻ അവരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പലപ്പോഴും. നിങ്ങളെപ്പോഴും വിജയലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല സുഹൃത്താണ് എന്നത് ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ആ സുഹൃത്തിനപ്പുറത്തൊരു വലിയ ബന്ധമല്ലേ ഈ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്? ഉണ്ട്. പക്ഷേ ജോണി, നമ്മളിപ്പോൾ അച്ഛനും മകനും ഉള്ള ബന്ധമായാലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായാലും, അമ്മയും മകനും തമ്മിലുള്ള ബന്ധമായാലും, ഏത് ബന്ധത്തിൻ്റെയും എസൻസ് സൗഹൃദമായിരിക്കണം. അല്ലെങ്കിൽ ആ ബന്ധത്തിന് ഒരർത്ഥമില്ല. ആ സൗഹൃദമില്ലേ എങ്കിൽ, അതുകൊണ്ട് ഞാൻ സുഹൃത്ത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നത് കേട്ടാൽ, അല്ലെങ്കിൽ ശകാരിക്കുന്നത് കേട്ടാൽ തോന്നും അവർ സൂപ്പർ സ്റ്റാർ ആയത് അവരുടെ കുറ്റമാണെന്ന്.